അതിന് ഈ വെഞ്ഞാറമൂടിലെ സംഭവം അറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞിരുന്നു. എന്ത് സംഭവമാണ് അത്? അച്ഛനും അമ്മയും അല്ലേ ഒരു കുട്ടിയോട് ചെയ്യാവുന്ന കുട്ടിയെ IS-ലേക്ക് ചേർക്കണം എന്ന് പറഞ്ഞ കേസ്. അതിപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് UAPA പ്രകാരം കേസെടുത്തു. പക്ഷേ അതിലിപ്പോൾ പുതിയ നാടകീയമായ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ വന്നിരിക്കുകയാണ്. കാരണം ഈ കുട്ടിയെ UK-യിൽ നിന്ന് വന്ന കുട്ടിയെ ഒരു അനാഥാലയത്തിൽ കൊണ്ട് ചേർത്തു അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോരാ, രണ്ടാനച്ഛൻ എന്ന് പറഞ്ഞാലും പോരാ, അതിനകത്തൊരു ചതി കൂടെയുണ്ട്. ആ ചതി കഥ ഞാൻ പറയാം. രണ്ടാനച്ഛൻ UK-യിൽ നിന്ന് നാട്ടിലേക്ക് അയച്ച കുട്ടിയെ ഈ വീട്ടിൽ താമസിപ്പിക്കാതെ വെഞ്ഞാറമൂടിലുള്ള ഒരു അനാഥാലയത്തിൽ ആക്കാൻ തീരുമാനിച്ചു. ഈ അനാഥാലയത്തിൽ കൊണ്ടാക്കിയ ആളുടെ പേരിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആളുടെ പേര് സിദ്ദിഖ് എന്നാണ്. സിദ്ദിഖ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കനകമല IS കേസിലെ പ്രതിയാണ്. IS കേസിലെ പ്രതിയായി ഇയാൾ 3 വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു. അയാളിപ്പോൾ ജയിലിൽ നിന്ന് പുറത്ത് വന്നതേ ഉള്ളൂ. അതായത് കൃത്യമായും കണ്ണൂർ ജില്ലയിലെ കനകമല എന്ന് പറയുന്ന സ്ഥലത്ത് IS ഗൂഢാലോചനയുടെ ഒരു ക്യാമ്പ് നടത്തിയ മൊഡ്യൂളിൽ പങ്കെടുത്തതിന് ജയിലിൽ കിടന്ന ആളാണ് ഈ കുട്ടിയെ കൊണ്ടുവന്ന് അനാഥാലയത്തിലാക്കിയത്. അച്ഛനും അമ്മയും UK-യിൽ വെച്ച് എന്താ ചെയ്തത്? കുട്ടിയെ IS-ൽ ചേരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ IS പ്രവർത്തകനായ IS-ൻ്റെ പേരിൽ ജയിലിൽ കിടന്നവൻ ഈ കുട്ടിയെ കൊണ്ടുവന്ന് അനാഥാലയത്തിലാക്കുന്നു. അപ്പോൾ യാദൃശ്ചികമല്ല. നേരത്തെയൊക്കെ ചിലർ പറഞ്ഞത് അവിടെ അച്ഛനും അമ്മയും കൂടെ രണ്ടാനച്ഛനും കൂടെ ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവൻ IS ആയിട്ട് പോകുന്നത് അങ്ങനെ പൊക്കോട്ടെ എന്നൊക്കെ കരുതി ഈ വീഡിയോ കാണിച്ചതാണ് എന്നൊരു വാദമുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് നാട്ടിലെത്തിയപ്പോൾ IS പ്രവർത്തകനായിരുന്ന ആളാണ് ഇയാളെ സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ ഈ ദമ്പതികൾക്ക് IS ബന്ധമുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു അല്ലേ? ഇതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. ഈ കുട്ടിക്ക് 16 വയസ്സുണ്ട്. ഈ കുട്ടി പറയുന്നത് എൻ്റെ അമ്മയുടെ അതിനകത്തൊരു ലവ് ജിഹാദ് ഉണ്ട് കേട്ടോ. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അമ്മ ക്രിസ്ത്യാനിയായ ഈ കുടുംബത്തിലേക്ക് ഇവരുടെ ഭർത്താവിൻ്റെ സുഹൃത്തായ അൻസാർ വരുന്നു. അൻസാർ വന്നിട്ട് പതുക്കെ സുഹൃത്തിൻ്റെ ഭാര്യയുമായി അടുപ്പാവുന്നു. എന്നിട്ട് ഈ ക്രിസ്ത്യാനി പന്തളത്തുകാരിയായ ക്രിസ്ത്യാനി ഈ അൻസാറിൻ്റെ കൂടെ പോകുന്നു. എന്നിട്ട് അവർ മതം മാറുന്നു. എന്നിട്ട് കുഞ്ഞുമായിട്ട് ഈ ഏക മകനുമായിട്ട് ഇവർ UK-ക്ക് പോകുന്നു. അപ്പോൾ ഈ UK-ക്ക് പോകുന്നു എന്ന് പറയുന്നത് സാങ്കേതിക അർത്ഥത്തില്ല. ഇതിനു മുമ്പ് UK-യിൽ വെച്ച് ഇവരുടെ ഭർത്താവും UK-യിലായിരുന്നു. അവിടെ വെച്ചുള്ള പരിചയമുണ്ട്. ആ പരിചയം ഡെവലപ്പ് ചെയ്തിട്ടാണ് അതായത് ആദ്യത്തെ ഭർത്താവിൻ്റെ സുഹൃത്താണ് കൂട്ടുകാരൻ്റെ ഭാര്യയെ മതം മാറ്റി അടിച്ചുകൊണ്ട് പോയത്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവർ UK താമസിക്കുകയാണ്. അപ്പോൾ പക്ഷേ കുട്ടിക്ക് വലിയ അറ്റാച്ച്മെൻറ്റ് അച്ഛനോടാണ്. തൻ്റെ അച്ഛനോട് സ്വന്തം പിതാവിനോടാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഇവർ വല്ലാതെ പീഡിപ്പിക്കും. ഈ കുട്ടി ഒരു ബാധ്യതയാണെന്ന് ഇവർക്കറിയാം. അവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നിവർക്ക് താല്പര്യമുണ്ടായിരുന്നു. ഈ കുട്ടി എന്നിട്ട് ഈ തമാശ അതല്ല, ഈ പരാതി വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ കുട്ടി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ കുട്ടി തൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. എന്നെ നിരന്തരം IS-ൻ്റെ വീഡിയോകൾ കാണിക്കും, IS-കാർ ആളെ കഴുത്തറുത്ത് കൊല്ലുന്ന വീഡിയോകൾ കാണിക്കും. എന്നിട്ട് തന്നെ അറബി സംസാരിക്കുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുമായിട്ട് UK-യിൽ വെച്ച് അവർ കൂട്ടത്തിൽ കൊണ്ടുപോയി എന്നിട്ട് തോക്കുകൾ ഉപയോഗിക്കുന്ന അങ്ങനെയാണ് ആളുകളെ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെ ശവം മറവ് ചെയ്യണം എന്നൊക്കെ ക്ലാസ് എടുത്തു. നീ ഇതൊക്കെ പഠിക്കണം. എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ പറയും, നിനക്ക് IS ആയാലെന്താ, നീ IS-ലായിട്ട് പൊക്കോ എന്ന് പറഞ്ഞാൽ IS ആയി കഴിഞ്ഞാൽ ഇവരെവിടെയെങ്കിലും പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ഇവൻ ആരുടെയെങ്കിലും വെടികൊണ്ട് ചത്തോളൂല്ലോ. അപ്പോൾ ഇവനെ ഒഴിവാക്കാൻ വേണ്ടി ഈ മതം മാറ്റിയെടുത്ത അൻസാരിയും ഈ ഭാര്യയും കൂടെ ചേർന്ന് നടത്ത കൊച്ചിൻ്റെ തള്ളയാണെന്ന് ഓർക്കണം. സ്ത്രീകൾ അമ്മമാര് കുട്ടികളോട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. വേണമെങ്കിൽ ആ കൊച്ചിൻ്റെ വിഷം കൊടുത്ത് വന്നാൽ പോലും, ഞാൻ കൊല്ലാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ അതിലും ഭീകരത. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഭീകര സംഘടനയെ ചേർത്തിട്ട് അവൻ മറ്റുള്ളവരെ കൊല്ലണം എന്നു പറയുന്ന മനോഭാവമുള്ളൊരു സ്ത്രീ. അവർ ആ കൊച്ചിനെ അങ്ങ് കൊന്നാൽ ജനിക്കുമ്പോഴേ തന്നെ കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരുപാട് അമ്മമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവനെ കൊന്നാൽ അവർക്കൊരു കുട്ടിക്ക് നഷ്ടം ഉണ്ടാകത്തില്ല, ആ കുട്ടിയുടെ ജീവനെ പോകത്തുള്ളൂ. പക്ഷെ അവനൊരു ഭീകരനാക്കിയാലോ അവൻ എത്ര പേരെ കൊല്ലും? അവൻ ചാവേറാവും, പൊട്ടിത്തെറിക്കും. ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച പോലെ അവൻ മനുഷ്യ ബോംബോ കാർ ബോംബോ ആയി പൊട്ടിത്തെറിക്കും. അപ്പം നീ സ്വയം മരിച്ചാൽ പോരാ, മറ്റുള്ളവരെ കൂടെ കൊല്ലണം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയിലേക്ക് ഗ്രൂം ചെയ്യുന്നവരാക്കി മാറ്റിയെന്ന് ആണ് വെളിപ്പെടുത്തൽ. ഇതെല്ലാം കുട്ടി പറഞ്ഞത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്. ഉടനെ ഈ തള്ള, ഞാൻ അമ്മ എന്ന് പറയുന്നത് ചെയ്തതെന്നറിയോ, പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിയുടെ കവളത്തടിച്ചു.
അതിന് സത്യം പറഞ്ഞതിന് അടുത്ത കേസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല കേരളത്തിൽ വലിയ തോതിൽ ഇങ്ങനെ ഈ IS പോലെയുള്ള ഭീകര സംഘടനകളിൽ ആകൃഷ്ടരാവുന്ന ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം കിട്ടിയാൽ അവൻ്റെ മനസ്സിൽ നിന്ന് ജാതിയും മതവും ഒക്കെ ഇല്ലാതാവും എന്ന് പറയുന്നവരുണ്ട്. പണ്ട് ഷാജി കൈലാസ് ഒരു സിനിമ ഇറക്കി, ബാബാ കല്യാണി എന്ന് വെച്ചാൽ പഴനിമല ക്ഷേത്രം തകർക്കാൻ വേണ്ടി പോകുന്ന ഒരു ഭീകരൻ്റെ കഥയാണ്. അതിനകത്ത് ഇന്ദ്രജിത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ മറ്റാണ്. അപ്പോൾ വലിയ വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ ഭീകരനായി മാറിയിട്ട് അവസാനം സ്വന്തം മകനെ വെടിവെച്ച് കൊല്ലുന്നു, അങ്ങനെ മറ്റാണ് കഥ എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ വേറെ കാര്യമുണ്ട്, അന്ന് സിനിമ ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു ഇതെന്തൊരു ഇസ്ലാമോ ഫോബിയ വെച്ചുണ്ടാക്കുന്ന സിനിമയാണ്, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ഭീകരനാകുമോ എന്നൊക്കെ ചോദിച്ച ആളുകളുടെ മുന്നിൽ ആണ് നമ്മളിപ്പോൾ ഡോക്ടർമാരുടെ ഒരു സംഘം, മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കേണ്ടുന്ന ഡോക്ടർമാർ കാലന്മാരുടെ പണിയെടുക്കുന്ന വിഷം കലർത്തി 10,000-കണക്കിന് ആളുകളെ കൊല്ലാൻ വേണ്ടി പൊട്ടാസ്യം സയനൈഡിനേക്കാളും മാരകമായ വിഷമായ റൈസിനുമായിട്ട് പിടിക്കുന്നത് ഒരു ഡോക്ടറെ, പിന്നെ പൊട്ടിത്തെറി ആസൂത്രണം ചെയ്യുന്നതും അതുകൂടാതെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താനുമൊക്കെ പ്ലാൻ ചെയ്യുന്നത് അൽഫലാഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജിലെ ലാബറട്ടറിയിൽ RDX ഉണ്ടാക്കുന്നു. ആലോചിച്ച് നോക്കിയേ, വിദ്യാഭ്യാസം കിട്ടിയാൽ വർഗീയത ഇല്ലാതാവും എന്ന് പറയുന്നവർക്ക് എന്താ ഇപ്പോൾ പറയാനുള്ളത്? അപ്പോൾ നമ്മൾ മറ്റൊന്നുകൂടെ ആലോചിക്കണം, ബാബാ കല്യാണി പോലുള്ള സിനിമ ഇന്ന് ഇറക്കിയാൽ ഇവിടെ വലിയ പ്രശ്നവും ഉണ്ടാവും. മുസ്ലിമുകളെ മോശക്കാരായി ചിത്രീകരിക്കുന്നു എന്നുള്ളത്. കാരണം ഇവർ ചെയ്യുന്നത് നമ്മൾ പറയാൻ പാടില്ല. എന്നിട്ട് പറയും തീവ്രവാദത്തിന് മതമില്ല. തീവ്രവാദത്തിന് മതമില്ല കേട്ടോ. കാരണം ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് ഉമർ നബി, മതമില്ല കേട്ടോ. മുസമിൽ ആണ് ഇതിൻ്റെ സൂത്രധാരൻ, മതമില്ല കേട്ടോ. ഷഹീൻ സയീദ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇന്ത്യയിലെ കൺവീനറാണ്, കോർഡിനേറ്ററാണ്, അവർക്ക് മതമില്ല കേട്ടോ. ജിലാനി എന്ന് പറയുന്ന ചൈനയിൽ പഠിച്ച MBBS-കാരനായ ഡോക്ടറാണ് 10,000-കണക്കിന് ആളുകളെ കൊല്ലാനുള്ള റൈസിൻ വിഷവുമായി 4 കിലോ റൈസിൻ വിഷം കൊണ്ട് മിനിമം 4 ലക്ഷം പേരെ കൊല്ലാം. ആ റൈസിൻ വിഷവുമായി പിടികൂടിയത് ജിലാനിയാണ്. ഊശാൻ തടിയൊക്കെ വളർത്തി പാവാട പോലത്തെ ഉടുപ്പിട്ട് നടക്കുന്നവൻ നമ്മൾ കാണാറില്ലേ, ഇതൊക്കെ ചില ആളുകൾ അഫ്ഗാനിസ്ഥാനിലെ ആളുകളെ പോലെ വേഷം ധരിച്ച് നടക്കുന്നത്. അവനും മതമില്ല, അവനൊന്നും ഇത് പറയരുത്, മതം പറയരുത് കേട്ടോ. മതം പറഞ്ഞാൽ കുഴപ്പമാണ്. എന്താ പറയുന്നത്, ഇത് ഭീകരതയ്ക്കൊരു മതം ലോകത്തുണ്ടെങ്കിൽ അതൊരൊറ്റ മതമേ ഉള്ളൂ എന്ന് ഓരോ ദിവസവും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കൂ, കേരളത്തിൽ മലയാളികളായ ദമ്പതികൾ, ഇപ്പം നമ്മുടെ എറണാകുളത്ത് ഒരു സ്പീസ് സ്കൂൾ ഉണ്ടായിരുന്നു. സ്പീസ് സ്കൂളിലെ ഒരു അധ്യാപികയായിരുന്നു മെർലിനെ കാണാതെ പോയി. ഒരു 4-5 വർഷമായി. മെർലിൻ്റെ മുസ്ലിം കാമുകൻ പ്രേമിച്ചുകൊണ്ടായി. മെർലിൻ പേര് മാറ്റി മറ്റെന്തോ പേരായി. എന്നിട്ട് എവിടെ പോയെന്നറിയോ? അഫ്ഗാനിസ്ഥാനിലാണ് പോയത്. സിറിയയിലും അഫ്ഗാനിസ്ഥാനിലേക്കും ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ഒരുപാട് യുവതികളെ പ്രേമിച്ച് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. കടത്തിക്കൊണ്ടുപോയി അവിടെ ലൈംഗിക അടിമകളാക്കി വെക്കുന്നു, ആ ചാവേറുകളാക്കി മാറ്റുന്നു. ഞാൻ ചോദിക്കട്ടെ, പ്രണയം എന്ന് പറയുന്നത് ഒരു വലിയ പവിത്രമായ ഒരു കാര്യമാണെന്നൊക്കെ പറയുന്നു. പ്രണയിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്താണ്? ഈ അടുത്ത കാലത്തല്ലേ കോതമംഗലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് മതം മാറണമെന്ന് ശഠിച്ചതിനെ തുടർന്ന് ആ പെൺകുട്ടി തൂങ്ങി മരിച്ചു. മതം മാറിയാലേ നിന്നെ കിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പ്രണയമല്ല, മതം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്, തൻ്റെ മതത്തിലേക്ക് ആളെ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതൊരു വലിയ ഫാക്റ്റായി മാറിക്കൊണ്ടിരിക്കുക. അതിന് തടസ്സം തൻ്റെ മകനാണെങ്കിൽ ആ മകനെ ഒരു ഭീകരവാദിയാക്കി മാറ്റാൻ പോലും തയ്യാറാകുന്ന അമ്മ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഈ കുട്ടി മറ്റൊന്നുകൂടെ പറഞ്ഞു, തന്നെ സ്ഥിരമായിട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഈ രണ്ടാനച്ഛൻ സ്റ്റെപ്പ് ഫാദർ എന്ത് ചെയ്യും? സിഗരറ്റ് വലിക്കാൻ പറയും. സിഗരറ്റൊക്കെ വലിക്കടാ എന്ന് പറഞ്ഞ് ഡ്രഗ്സ് ഉപയോഗിക്കാൻ പറയും. അങ്ങനെ ഒരു കുട്ടിയെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അതൊക്കെ ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കേരളത്തിലെ മലയാളികളും ഈ വിദ്യാസമ്പന്നരും ഒക്കെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ തീവ്രവാദത്തിൻ്റെ എലമെൻറ്റ്സ് കിടക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിപ്പോൾ ഒരു കൊച്ചിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എങ്ങനെയും പോയി തൊലഞ്ഞോട്ടെ എന്ന് വെച്ച് IS ആകാൻ പ്രേരിപ്പിച്ചതാണെന്നുള്ള വാദം ഉന്നയിക്കുന്നവർക്ക് ഉള്ള മറുപടിയാണ് ഈ കുട്ടിയെ അനാഥാലയത്തിലേക്ക് മാറ്റാൻ വന്നത് സിദ്ദിഖാണ്. സിദ്ദിഖ് കനകമല IS കേസിലെ പ്രതിയായിരുന്നു. അപ്പോൾ ഇവർക്ക് IS എന്നൊക്കെ അവർ UK ഇരുന്നപ്പോൾ അവർക്ക് ചുമ്മാ തോന്നിയതാണ്. അതിനൊക്കെ ഇവർ IS ഭീകരരെന്നൊക്കെ ഈ ദമ്പതികളെ പറയാമോ എന്ന് ചോദിച്ചവർ ഇനിയിപ്പോൾ എന്നയോട് മറുപടി പറയണം. ഇവർക്ക് IS കേസിൽ ജയിലിൽ കിടന്ന സിദ്ദിഖുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ ഉറപ്പാണ് ഇവർക്ക് UK യിലിരിക്കുമ്പോൾ തന്നെ IS നെറ്റ്വർക്കുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ UK കഴിയുന്നവർ, കനകമല കണ്ണൂരാണ്, കണ്ണൂർ ഈ കേസിൽ കിടന്നവനെ എങ്ങനെ ഇവർക്ക് പരിചയമുണ്ടായി? അയാൾ എന്തിനാണ് ഈ കുട്ടിയെ അനാഥാലയത്തിലാക്കാൻ വന്നത്? വെഞ്ഞാറമൂട്ടിൽ. ഇതൊരു വലിയ ചോദ്യമാണ്. ഏതായാലും ഈ നമ്മൾ പറയുന്ന പോലെ മുൻ DGP ലോക്നാഥ് ബെഹ്റ റിട്ടയർമെൻറ്റിൻ്റെ അന്ന് ഒരു കാര്യം പറഞ്ഞു.
അത്രയും കാലം അയാൾ കസേരയിൽ ഇരുന്നപ്പോൾ അയാൾക്ക് തോന്നിയില്ല പറയാൻ. റിട്ടയർമെൻറ്റിൻ്റെ ദിവസം അയാൾ പറഞ്ഞു കേരളത്തിൽ 300ഓളം IS സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഈ വൈറ്റ് കോളർ ടെററിസമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളൊരു ഡോക്ടറായിരിക്കാം, ഒരു കോളേജ് അധ്യാപകനായിരിക്കാം, ഒരു വിദ്യാർത്ഥി നേതാവായിരിക്കാം, രാഷ്ട്രീയ നേതാവായിരിക്കാം, സാമൂഹ്യ പ്രവർത്തകനായിരിക്കാം, കലാകാരനായിരിക്കാം, സിനിമാടനായിരിക്കാം, മാധ്യമ പ്രവർത്തകനായിരിക്കാം. പക്ഷേ അയാൾ ഒരു പക്ഷേ നിങ്ങളെ കൊല്ലാൻ വേണ്ടി ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു വൈറ്റ് കോളർ ഭീകരനായിരിക്കാം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ കേരള ഉദാഹരണമാണ് മകനെ IS ഭീകരനാക്കാൻ ശ്രമിച്ച പെറ്റ തള്ളയും രണ്ടാനച്ഛനും.